മില്ലനിയം 2000 ഓർമ്മയുടെ ഒത്തുചേരൽ. പ്രതീക്ഷകളുടെയും ഓർമ്മകളുടെയും നിറവിൽ കാത്തിരുന്നൊരു ദിവസമായിരുന്നു അത്. സമയം രാവിലെ 9:30. ഹൃദയം നിറയെ സന്തോഷവും മനസ്സ് നിറയെ കൗതുകവുമായി ഞങ്ങൾ മാതാ റിസോർട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. 22 സുഹൃത്തുക്കൾ, ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കും അവിടെ നിന്ന് യൗവനത്തിൻ്റെ മനോഹരമായ വഴിയിലേക്കും ഒരുമിച്ച് സഞ്ചരിച്ചവർ. വർഷങ്ങൾക്കിപ്പുറവും അതേ സ്നേഹവും സൗഹൃദവും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വീണ്ടും ഒരുമിച്ച് കൂടിയ അപൂർവ നിമിഷം. പൂത്തോട്ടയുടെ ഹരിതാപമായ പ്രകൃതിയുടെ മടിത്തട്ടിൽ മഴത്തുള്ളികൾ ഭൂമിയെ മൃദുവായി തലോടിക്കൊണ്ടിരുന്ന ആ പ്രഭാതത്തിൽ ഞങ്ങൾ ബോട്ട് യാത്ര തുടക്കം കുറിച്ചു. കുഞ്ഞു മാലാഖമാരുടെ നിഷ്കളങ്കമായ കൈകളാൽ കേക്ക് മുറിച്ചു. ആ ആഘോഷത്തിന് തുടക്കമിട്ടപ്പോൾ ഓരോ മുഖത്തും സന്തോഷത്തിൻ്റെ വെളിച്ചം വിരിഞ്ഞിരുന്നു. വേമ്പനാട്ട് കായലിൻ്റെ ഓളങ്ങളിലൂടെ ബോട്ട് മുന്നേറുമ്പോൾ പാട്ടുകളും ചിരികളും ഓർമ്മകളും കാറ്റിനൊപ്പം ഒഴുകി. ഒരു കാലത്ത് സ്കൂൾ മുറ്റത്ത് മുഴങ്ങിയിരുന്ന ശബ്ദങ്ങൾ വീണ്ടും അതേ തീവ്രതയോടെ അവിടെ പ്രതിധ്വനിച്ചു. ഹൃദയത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ആ സംഗീതത്തിൽ ലയിച്ച് ഞങ്ങൾ മാജിക് ഐലൻഡിലെത്തി. അവിടെ നിന്നും വീണ്ടും യാത്ര തുടർന്ന ഞങ്ങൾ വേമ്പനാട്ട് കായലിൻ്റെ ആഴം കുറഞ്ഞ ഒരിടത്ത് ബോട്ട് നിർത്തി. പിന്നെ സംഭവിച്ചത് ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നും മായാതെ നിലനിൽക്കുന്ന കുട്ടിയെ പുറത്തു കൊണ്ടുവന്ന നിമിഷങ്ങളായിരുന്നു. വെള്ളത്തിൽ ചാടിയും കളിച്ചും ചിരിച്ചും ആർത്തുല്ലസിച്ചും എല്ലാവരും തങ്ങളുടെ ബാല്യത്തെ വീണ്ടും കണ്ടുമുട്ടി. തണുത്ത കാറ്റും ചാറ്റൽ മഴയും ആ നിമിഷങ്ങൾക്ക് സ്വർഗീയമായ ഭംഗി പകർന്നു. പ്രകൃതിയും ഞങ്ങളോടൊപ്പം ആ സന്തോഷം ആഘോഷിക്കുന്നത് പോലെ തോന്നി. എന്നാൽ ആ യാത്രയുടെ സൗന്ദര്യത്തിനിടയിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സാഹസിക നിമിഷവും ഞങ്ങളെ തേടിയെത്തി. കാറ്റും മഴയും ശക്തമായിരുന്ന ആ സമയത്ത് കായലിൽ ഞങ്ങളുടെ ബോട്ട് അപ്രതീക്ഷിതമായി നിലയുറച്ചു. അമരക്കാരുടെ മുഖത്ത് ആശങ്കയുടെ ഒരു നിഴൽ പോലും പ്രകടമായിരുന്നില്ല. ഞങ്ങളെ ഭയപ്പെടുത്താതെ തന്നെ, ആ സാഹചര്യത്തിൻ്റെ ഗൗരവം അറിയിക്കാതെ അവർ അത്യന്തം ശാന്തതയോടെയും പക്വതയോടെയും കാര്യങ്ങൾ നിയന്ത്രിച്ചു. പ്രതിസന്ധികൾ വരുമ്പോൾ ധൈര്യമാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തിയെന്ന് അവർ ആ നിമിഷം തെളിയിച്ചു. റിസോർട്ടിലേക്ക് ഞങ്ങൾ മടങ്ങിയെത്തിയപ്പോൾ കാത്തിരുന്നത് മറ്റൊരു ലോകമായിരുന്നു. കയാക്കിങ്ങും പെഡൽ ബോട്ടിങ്ങും തുടങ്ങി നിരവധി വിനോദങ്ങൾ ഞങ്ങളെ വീണ്ടും കുട്ടികളാക്കി മാറ്റി. സമയം എങ്ങനെ കടന്നുപോയെന്ന് ആരും അറിഞ്ഞില്ല. സന്ധ്യയുടെ നിറങ്ങൾ ആകാശത്ത് പടർന്നു തുടങ്ങിയപ്പോൾ വേർപിരിയേണ്ട നിമിഷവും എത്തി. അപ്പോൾ ഓരോ ഹൃദയവും നിശബ്ദമായി വിങ്ങി. കാരണം അന്ന് ഞങ്ങൾ വെറും സുഹൃത്തുക്കളായിരുന്നില്ല. പല ശരീരത്തിൽ ആണെങ്കിലും ഒരേ മനസ്സും ഹൃദയവുമായി ഞങ്ങൾ ജീവിക്കുകയായിരുന്നു. ഇന്നും ആ മഴത്തുള്ളികൾ മനസ്സിൽ പെയ്യുന്നു. ഇന്നും ആ കായലിൻ്റെ ഓളങ്ങൾ ഹൃദയത്തിൽ മുഴങ്ങുന്നു. ഇന്നും ആ ചെറുചിരികൾ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുന്നു. കാരണം അതൊരു സാധാരണ യാത്രയായിരുന്നില്ല. ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്തായ ഒരോർമ്മയായിരുന്നു.